ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. വായിലിട്ട അലിഞ്ഞു പോകുന്ന ഒരു അറേബ്യൻ ബ്രെഡ് പുഡിംഗ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2-3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് പാല് ചൂടാക്കാൻ വെക്കാൻ. ഞാനിത് ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. പിന്നെ പുഡിങ്ങിന് എപ്പോഴും പാലെടുക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ പാലെടുക്കാൻ നോക്കുക, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 8 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. ആ പാലൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് അതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും ഇത് പാലോടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ചേർത്ത പാടി തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ട്രേ എടുത്ത് അതിലേക്ക് നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെച്ച് ബ്രെഡ് നിരത്തി കൊടുക്കാം. പിന്നെ ബ്രെഡിന്റെ മുകളിലായിട്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ 2 ലെയർ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ബ്രെഡും കസ്റ്റാർഡ് മിക്സും ഒക്കെ ഒഴിച്ച് നേരത്തെ ചെയ്ത പോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെ 2 ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ ഒഴിക്കാനായിട്ട് ഫ്രഷ് ക്രീമിന്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഫ്രഷ് ക്രീമിന് പകരം തിക്ക് ക്രീം ആയാലും യൂസ് ചെയ്യാം. അതുപോലെ ഞാനിവിടെ മിൽക്ക് മെയ്ഡിന് പകരം മിഠായി മെയ്റ്റ് ആണ് യൂസ് ചെയ്തത്. രണ്ടും ഏകദേശം സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ രണ്ടും കൂടി നല്ലോണം വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പുഡിംഗ് ഇവിടെ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത മിക്സ് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 6 to 8 hours എങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഇത് പുഡിംഗ് ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. രാത്രി ഉണ്ടാക്കി പിറ്റേന്ന് ഉച്ചക്കാണ് ഇത് എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 12 hours എങ്കിലും ഞാനിത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പൊ ഇത് ഗൈസ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആയിട്ടുമാണിത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.